ഇന്നത്തെ വീഡിയോയിൽ പാകിസ്ഥാനിൽ അസീം മുനീർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയപ്പോഴത്തേക്കും ആസിഫ് അലി സർദാരിയാണ് നിലവിലെ അവിടുത്തെ പ്രസിഡന്റ്. ആ പ്രസിഡന്റിനെ പിടിച്ച് മാറ്റിയിട്ട് അസീം മുനീറിന് ഇപ്പോൾ കസാര വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട നീക്കങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടെന്നും കൂടി പറയുന്നുണ്ട്. ശരിക്കും ഷഹബാസ് ഷെരീഫിന്റെ കസാരയ്ക്ക് തന്നെയാണ് അസീം മുനീർ ലക്ഷ്യം വെച്ചത്. പക്ഷേ അമേരിക്കയുമായിട്ട് നിലവിൽ ഉണ്ടായി വരുന്ന ഒരു ചെറിയ റിലേഷൻഷിപ്പ്, അപ്പോൾ അത് ഈ പട്ടാള അട്ടിമറി നടന്നു കഴിഞ്ഞാൽ ഒരു ഡെമോക്രാറ്റിക് രാജ്യം എന്നുള്ള നിലയിൽ UNSC, അതായത് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ നിന്ന് പുറത്താവേണ്ടി വരും. കാരണം അവിടെയും തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ നിലവിൽ ഈ മാസമാണ് യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ തലപ്പത്ത് പാകിസ്ഥാന് ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പോൾ അവസരം ശരിക്കും ചോദ്യം ചെയ്യപ്പെടും. കാരണം അവസരം കൊടുക്കുമ്പം രാജ്യം ഡെമോക്രാറ്റിക് രാജ്യമായിട്ടും അതിന്റെ ഇടയ്ക്ക് ഒരു പട്ടാള അട്ടിമറി നടന്നു കഴിഞ്ഞാൽ പല വിഷയങ്ങൾ അതിനകത്ത് തടസ്സപ്പെടും. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു UNSC കൗൺസിലിൽ തന്നെ മാറിക്കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് പർവേഷ് മുഷറഫ് ആയിക്കോട്ടെ, അതിന് മുമ്പിരുന്ന ആൾക്കാരായിക്കോട്ടെ, ഇവരെല്ലാം പട്ടാള അട്ടിമറി ചെയ്ത് വന്ന ഈ ജനറലുകളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് അമേരിക്ക ബിൽഡ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഡെമോക്രസിയിൽ ഇരിക്കുന്ന ഒരു രാജ്യവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അമേരിക്ക ബന്ധം സൂക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു അട്ടിമറി നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വളരെ ഓപ്പൺ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വരും. കാരണം ചോദ്യം ചെയ്യപ്പെടും. അതൊരു ഡെമോക്രാറ്റിക് രാജ്യമല്ല, അവിടെ ഒരു പട്ടാള അട്ടിമറി നടന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അസീം മുനീറിന് കൊടുത്ത ഉപദേശം അമേരിക്കയുടെ സൈഡിൽ നിന്നും, നിങ്ങൾ ഒരു പ്രസിഡന്റ് ആയിട്ട് പോയി ഇരുന്നോളൂ, അല്ലാതെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഒരു പട്ടാള ഭരണം അവിടെ ഇപ്പൊ നിലവിൽ സ്ഥാപിക്കേണ്ട എന്നുള്ളതാണ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് വന്ന ഉപദേശം. അതുകൊണ്ട് മാത്രമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോകാമെന്ന് അസീം മുനീർ തീരുമാനിച്ചതായിട്ട് പറയപ്പെടുന്നത്. ഇനി വൈകാതെ തന്നെ ഒരു വാർത്ത പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഒരു 80% കൺഫേംഡ് ന്യൂസ് തന്നെയാണിത്. അതുകൂടാതെ പാകിസ്ഥാന്റെ ഉള്ളിൽ തെഹരിക്ക് താലിബാന്റെ സൈഡിൽ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസങ്ങളായിട്ട് അവിടെ പാകിസ്ഥാൻ പട്ടാളവും തെഹരിക്ക് താലിബാൻ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാന്റെ പ്രോക്സി സംഘടനയും തമ്മിൽ നല്ല രീതിയിലുള്ള പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് ശരിക്കും വസീറിസ്ഥാൻ എന്ന് പറഞ്ഞ ആ ഒരു മേഖലയിലാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരെ യുണൈറ്റഡ് നേഷൻസിൽ റെസൊല്യൂഷൻ പാസ്സാക്കിയത് കൊണ്ടാണ് ഈ ഒരു വിഷയം സംഭവിച്ചത്. ഇപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഉള്ളിലുള്ള, അതായത് ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾ തന്നെയാണ് പാകിസ്ഥാൻ ആർമിയോട് അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അവരുടെ പ്രവൃത്തി, അവരുടെ അറ്റാക്കിംഗ് മെത്തേഡ്, ഇതെല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരുപാട് പൊതുജനങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. പാകിസ്ഥാൻ എല്ലാം മുക്കി വെച്ചിരിക്കുകയാണ്. കാരണം പാകിസ്ഥാൻ അങ്ങനെ ഓപ്പൺ ആയിട്ട് അങ്ങനെ പെട്ടെന്ന് വാർത്തയൊന്നും അങ്ങനെ പ്രചരിപ്പിക്കത്തില്ല. ഇത് സോഷ്യൽ മീഡിയയിലാണ് കൂടുതലും വാർത്തകൾ ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ BLA ഇന്നലെ 70 സ്ഥലങ്ങളിലാണ് അറ്റാക്ക് നടത്തിയത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, നിരവധി പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും കൂടിയുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ കുറച്ച് നാൾ കഴിഞ്ഞേ ഇത് പുറത്തു വരുള്ളൂ. ഒരു സംഭവം ഒട്ടും നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല എന്നൊരു ബോധ്യം വരുമ്പോൾ മാത്രമാണ് പാകിസ്ഥാൻ ഈ വാർത്തകളൊക്കെ പുറത്തുവിടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യമാണ് അവിടെ തലങ്ങും ആക്രമണം നടക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇന്ത്യ ഒരു പണി ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനെ കുറച്ചുകൂടെ വരിഞ്ഞു മുറുക്കുന്ന രീതിയിൽ ഇന്ത്യ 3119 കോടി ക്വിക്ക് ലോൺ പ്രോസസ് ചെയ്ത് ചെനാബ് റിവറിന്റെ കുറുകെ ഒരു ഡാം പണിയാൻ പോവാണ്. അത് വളരെ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ള പ്രോജക്റ്റാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അതിനുള്ള ഫണ്ടിങ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ് ഇന്ത്യ. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഡാം പണി തീർക്കും. കാരണം ഈ വാട്ടർ കൺട്രോൾ, പാകിസ്ഥാനിലേക്ക് പോകുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് അത് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ട രീതിയിൽ അതിനെ മാറ്റി തീർക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ പദ്ധതി. അതായത് പാകിസ്ഥാൻ ഈ രീതിയിലൊക്കെ നമ്മൾ ഉപദ്രവിക്കുമ്പോഴത്തേക്കും ടാക്ടിക്സ് ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് വെറുതെ യുദ്ധം ചെയ്ത് പാകിസ്ഥാനെ കീഴ്പ്പെടുത്താനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതല്ല, അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് നീങ്ങിയാലും അവസാനം അവർ വിജയിച്ചു എന്ന് പറയുന്ന ടൈപ്പാണ്. അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഗാസയിലായാലും അതേ അവസ്ഥയാണ്. ഹമാസ് വിജയിച്ചു എന്ന് പറയും, പിന്നെ ഈ മറ്റേ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ വിജയിച്ചു എന്ന് പറയും. ഇതാണ് പൊതുവിലെ കണ്ടുവരുന്ന ഒരു ആഘോഷ രീതി. കാരണം നല്ല രീതിയിൽ അടി മേടിച്ച് കൂട്ടിയിട്ട് ഞങ്ങൾ വിജയിച്ചു എന്ന് പറയും. അത് മറ്റുള്ളവർ അംഗീകരിക്കുകയും ചെയ്യണം, വിജയിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഇന്ന് തുർക്കിയും ചൈനയുടെ റെപ്രസെന്റേറ്റീവും കൂടെ പാകിസ്ഥാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ ഇന്ന് പറഞ്ഞിരിക്കുകയാണ്, പാകിസ്ഥാൻ 4 ദിവസത്തെ ഇന്ത്യയുമായിട്ടുള്ള ആ ഒരു കോമ്പാക്ട് ഭയങ്കര വിജയകരമായി സക്സസ്ഫുൾ ആയിട്ട് പൂർത്തിയാക്കി. അവരുടെ പാകിസ്ഥാൻ എയർഫോഴ്സിനെയൊക്കെ അഭിനന്ദിച്ച് തുർക്കി ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്ത് സംസാരിച്ചിട്ടാണ് പോയത്. ഇതൊക്കെയാണ് സംഗതികൾ. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ കുപ്വാര എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ പാക് തീവ്രവാദികൾ തമ്പടിച്ചിരുന്ന ഒരു വീട്, ആ വീട് ഫുള്ള് സീസ് ചെയ്തിരിക്കുകയാണ്. അത് തീവ്രവാദികൾക്ക് വേണ്ടി ഒരു വീട് അവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. അത് കശ്മീർ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതായത് കുപ്വാര ഡിസ്ട്രിക്റ്റിൽ, അത് ശരിക്കീർ മൊഹല്ല ചണ്ഡിഗാം ലോലാബ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു വീട് സീസ് ചെയ്തത്. ഈ മുജാഹിദീൻ ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരുടെ വീടാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ജമാഅത്തുൽ മുജാഹിദീൻ അതേപോലെ ഹിസ്ബുൾ, ഈ രണ്ടിന്റെയും ആൾക്കാരാണ് അവിടെ തമ്പടിച്ചിരുന്നതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അതുപോലെ ആസിയാൻ മീറ്റിംഗിൽ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ട്.
കമേഴ്ഷ്യൽ മിനിസ്റ്റർ അതിനെക്കുറിച്ചുള്ള കമന്റ്സ് പാസ്സാക്കിയിട്ടുണ്ട്. അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അടുത്ത 5 വർഷത്തേക്കുള്ള ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബിസിനസ്സും അതുപോലെ ട്രേഡ് ഡീൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിൽ എത്തിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമീബിയയ്ക്ക് ഇന്ത്യ ഡിജിറ്റൽ പേയ്മെന്റ്, നമ്മളുടെ UPI പേയ്മെന്റ് സിസ്റ്റം ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമീബിയ ആ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് നമ്മളുടെ UPI പേയ്മെന്റ് സിസ്റ്റം സർവീസ് നമീബിയയിൽ ഉപയോഗിക്കാൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ UPI പേയ്മെന്റ് സിസ്റ്റം നമീബിയയിലും കൂടി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ ഡിജിറ്റൽ ഇന്ത്യയുടെ പ്രോജക്റ്റിന് കീഴിൽ വരുന്നതാണ്. ഇന്ത്യ നമ്മുടെ തേജാസ് MK1 കോമ്പാക്ട് എയർക്രാഫ്റ്റ് അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചിൻ GE കമ്പനിയിലാണ് അമേരിക്കയിൽ ഓർഡർ ചെയ്തിരുന്നത്. ഏതാണ്ട് 99ഓളം ഇഞ്ചിൻസ് ആണ് ഓർഡർ ചെയ്തിരുന്നത്. അവർ നമുക്കത് തരാൻ ഒരുപാട് വൈകി ഇങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഇനി അവർ തരുവോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. അതാണ് ഇപ്പം നിലവിലത്തെ അവസ്ഥ. അപ്പോൾ ഇന്ത്യ ഒരു സ്ട്രാറ്റജിക് പിവോട്ടൽ ചേഞ്ച് അതിനാണ് ഇപ്പം പ്ലാൻ ചെയ്യുന്നത്. ഇന്ത്യ ലുക്ക് ഫോർവേഡ് ടു UK ആൻഡ് ഫ്രാൻസ്, ഈ 2 രാജ്യങ്ങളെയുമാണ് ഇപ്പം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ UKയിൽ നിന്നും റോൾസ് റോയ്സ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ചകൾ നടക്കുന്നത്. UK നമുക്ക് 110 മുതൽ 130 km ത്രസ്റ്റ് ഉള്ള എഞ്ചിനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 100% ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓണർഷിപ്പ് ചേഞ്ച് ആണ്. ഫുൾ ഓണർഷിപ്പ് നമുക്ക് കിട്ടും. അതിന്റെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട അസംബ്ലിംഗ് യൂണിറ്റ് ഇന്ത്യയിൽ തന്നെ സ്ഥാപിക്കാം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ ആൻഡ് ഫുൾ TOT, കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, അതാണ് ഫുൾ ആൻഡ് ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ നമുക്ക് തരുന്നുണ്ട്. വേരിയബിൾ സൈക്കിൾ എഞ്ചിൻ, ഈ വേരിയബിൾ സൈക്കിൾ എഞ്ചിൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ എഞ്ചിന്റെ പവർ എൻഹാൻസ് ചെയ്യാനുള്ള ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ആയിട്ടുള്ള എഞ്ചിനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലുപരിയായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പോർട്ട് പെർമിഷനും കൂടി അവർ തരുന്നുണ്ട്. നമ്മൾ ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കി വളരെ വേഗത്തിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ആ ഒരു സർട്ടിഫിക്കേഷനും കൂടി വളരെ പെട്ടെന്ന് അവർ തരും. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ഫാക്ട്. അപ്പൊ ഇന്ത്യ ഒരു പക്ഷേ റോൾസ് റോയ്സ് ചൂസ് ചെയ്തേക്കാം. അതുപോലെ തന്നെ സാഫ്രോൺ എവോൾവ്ഡ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസുമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഫ്രാൻസും ഇതേപോലെ തന്നെ 110 to 130 kN ത്രസ്റ്റ് കപ്പാസിറ്റിയുള്ള എഞ്ചിനാണ് അവരും പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ ഡിസൈൻ സർട്ടിഫിക്കേഷൻ അവരും ഫുൾ ടെക്നോളജി നമുക്ക് തരും. ഓൾറെഡി തന്നെ റഫാൽ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രാൻസുമായിട്ട് നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ സ്പെയർ പാർട്സും കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അസംബ്ലിംഗ് യൂണിറ്റ് ഇന്ത്യയിൽ തന്നെ തുടങ്ങാമെന്ന് ഓൾറെഡി അവർ കൺസെന്റ് അറിയിച്ചതുമാണ്. അതിന്റെ ഏതാണ്ട് പാർഷ്യൽ വർക്കുകൾ പൂർത്തിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വീണ്ടും ഫ്രാൻസിലേക്ക് തന്നെ പോകുമോ എന്നുള്ള ഡൗട്ടും കൂടി ഉണ്ട്. പക്ഷെ എന്നാലും അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടിയാണ്. അമേരിക്കയ്ക്ക് 2 കൽപ്പിച്ചാണ് ഇന്ത്യ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനി GE സൈഡിൽ നിന്നും ഒന്നും തന്നെ സംസാരിക്കാനില്ല. ഇനി ഇന്ത്യ GE കമ്പനിക്കെതിരെ പെനാൽറ്റി ചാർജ് ചെയ്യാനുള്ള റൈറ്റ്സ് കൂടിയുണ്ട്. അതും കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് കോടതിയിൽ ഒന്ന് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസ് അവിടെ നടക്കും അമേരിക്കയുടെ ഉള്ളിൽ. അതാണ് നമ്മളിനി ചെയ്യേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഫുൾ ആൻഡ് ഫുൾ വിത്ത് പെനാൽറ്റിയോട് കൂടി നമുക്ക് റീഫണ്ട് ചെയ്യണം. അവർ ഭയങ്കര ട്രേഡ് ഡെഫിസിറ്റ് ആൾക്കാരല്ലേ. അപ്പൊ എന്തായാലും അവർ റീഫണ്ട് ചെയ്യട്ടെ, അതാണ് നല്ലത്. നമ്മൾ ഇപ്പോഴെങ്കിലും ഈ ഒരു എഞ്ചിന്റെ കാര്യത്തിൽ നിർണായക തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2029, 2030 നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള കോമ്പാക്ട് എയർക്രാഫ്റ്റ് ജെറ്റുകൾ നമുക്ക് തയ്യാറായിട്ട് റെഡി ടു യൂസ് ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും. ഇല്ല നമ്മൾ വീണ്ടും അമേരിക്കയെ തന്നെ ഇങ്ങനെ താങ്ങി നിൽക്കുന്നെങ്കിൽ അമേരിക്ക നല്ല രീതിയിൽ നമ്മളെ വലിപ്പിക്കും. എഞ്ചിനൊന്നും തരാൻ പോകുന്നില്ല, ഇങ്ങനെ നീട്ടിക്കൊണ്ടേ പോകും വർഷങ്ങളോളം. ഇതുപോലെ ഫുൾ ടെക്നോളജി ട്രാൻസ്ഫർ ഒന്നും ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ എന്തിനും ഏതിനും അമേരിക്കയുടെ GE കമ്പനി തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ ഈ സാഹചര്യമൊക്കെ രൂപപ്പെടും. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇന്ത്യ ഒരു ഫോർവേഡ് സ്റ്റെപ്പ് എടുത്ത് അമേരിക്കയെ തള്ളണമെങ്കിൽ ഈ വിഷയത്തിൽ തള്ളിക്കൊണ്ട് പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യ വളരെ ശക്തമായിട്ട് തന്നെ ഈ ഒരു ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 90% UK ഓർ ഫ്രാൻസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗാസയിൽ നടക്കുന്ന ചില പുതിയ മാറ്റങ്ങൾ, നിർണായകമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മളുടെ ഇൻസൈറ്റ്സ് മലയാളം മെയിൻ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ട് നിങ്ങൾ ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ വീഡിയോയും കൂടെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.